നമസ്കാരം. പതിരും കതിരും. ഛോട്ടാ മുംബൈ എന്ന സിനിമയിൽ ജഗതിയുടെ പടക്കം ബഷീറിനെ പോലീസ് കൊണ്ടുപോയ രംഗം ഓർക്കുന്നില്ലേ? ആരോ പടക്കത്തിന് ഒരു ടാറ്റ കൊടുത്തു. തിരിച്ചു വന്ന പടക്കം സകലരെയും എടുത്തിട്ടങ്ങ് അടിക്കുകയാണ്. എനിക്ക് നീ ടാറ്റ തരും അല്ലേടാ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു അടി. അയ്യോ, അത് ടാറ്റ തന്നതല്ല, പോകല്ലേ പോകല്ലേ എന്ന് പറഞ്ഞതാ. ഇതേ അവസ്ഥയിലായി നമ്മുടെ നാട്ടിലെ CPMകാരുടെ കാര്യം. ബൈ ബൈ പിണറായി എന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാരെയെല്ലാം പടക്കം ബഷീറിനെ പോലെ അടിച്ചു നിരത്തുകയാണ് CPMകാർ. പോകല്ലേ പോകല്ലേ പിണറായി എന്ന് പറഞ്ഞു വേണം ഫ്ലെക്സ് വയ്ക്കാൻ. അതാണ് CPMകാരുടെ തിട്ടൂരം. കളമശ്ശേരിയിൽ P. രാജീവിൻ്റെ ആത്മനിഷ്ഠ ഘടകത്തെ നാട്ടുകാർ ശരിപ്പെടുത്തിയെന്ന ചിന്ത വന്നതോടെയാണ് അവിടെ അടി തുടങ്ങിയത്. കളമശ്ശേരിയിലാണ് ജനിച്ചതെങ്കിലും രാജീവിൻ്റെ തലയിൽ തലച്ചോറ് കയറ്റിയത് അമേരിക്കയിൽ നിന്നല്ല, സോവിയറ്റ് റഷ്യയാണ്. വസ്തുനിഷ്ഠ ഘടകവും കമ്മി ജീവിതവും തമ്മിലുള്ള ബലാബലത്തിൽ രാജീവും അടിപറിയുമെന്നാണ് പാർട്ടി കണ്ടെത്തിയതെന്ന് തോന്നുന്നു. ഈ രാജീവ് മുഖേനയാണ് 3600 ലക്ഷം കോടി കേരളത്തിൽ നിക്ഷേപിക്കാൻ വിദേശിയായ ഒരാൾ വന്നത്. ആ പുള്ളി എവിടെ അന്തർധാനം ചെയ്തുവെന്ന് ആർക്കും അറിയില്ല താനും. രാജീവ് പോകുന്നതിന് മുമ്പ് ദയവായി അതിൻ്റെ സത്യാവസ്ഥ ഒന്ന് പറയണം. അല്ലെങ്കിൽ നാളെ പറയും, ഞങ്ങൾ പ്രയാസപ്പെട്ട് വിളിച്ചുകൊണ്ടുവന്ന ആ നിക്ഷേപകൻ UDF സർക്കാർ വന്നപ്പോൾ നിരാശനായി തിരിച്ചു പോയി കളഞ്ഞുവെന്ന്. ചുരുക്കി പറഞ്ഞാൽ ബൈ ബൈ പിണറായി എന്ന് ആരും പറഞ്ഞുകൂടാ. മെയ് 4 ശേഷം പിണറായി തുറന്ന ജീപ്പിലായിരിക്കുമോ, 56 വാഹനങ്ങളുടെ അകമ്പടിയിലായിരിക്കുമോ, അതോ ഹെലികോപ്റ്ററിലാണോ കണ്ണൂരിലേക്ക് പുറപ്പെടുക? അപ്പോൾ വഴിവക്കിൽ നിന്നും ആരും ടാറ്റ കൊടുക്കുകയോ ബൈ ബൈ എന്ന് പറയുകയോ ചെയ്യരുത്. പിണറായിയുടെ ഗുണ്ടയായ ഗൺമോൻ പത്തലുമായി വന്ന് തല തല്ലിപ്പൊളിച്ചെന്നിരിക്കും. DYFIക്കാർ അവസാനത്തെ രക്ഷാപ്രവർത്തനം നടത്തും. പിണറായി വിജയൻ്റെ വാഹനവ്യൂഹം കടന്നു പോകുമ്പോൾ സകലരും തല കുനിച്ച് താഴോട്ട് നോക്കി നിൽക്കണം. ആ ഹെലികോപ്റ്റർ എങ്ങനെ പറഞ്ഞു വിടുമെന്നതാണ് ഇപ്പോഴത്തെ ഒരു സംശയം. ആ കമ്പനി ഇപ്പോൾ തന്നെ 2 ഹെലികോപ്റ്റർ വാങ്ങാനുള്ള കാശ് ഉണ്ടാക്കി കഴിഞ്ഞു വാടക ഇനത്തിൽ. ഓട്ടം ഒട്ടും ഇല്ലതാനും വാടക കിട്ടുകയും ചെയ്യും. പിണറായി വിജയൻ യാത്ര പറയുന്നതോടെ കേരളം കമ്മികളുടെ കണ്ണീരളമായി മാറുകയായി. പിണറായി തല പ്രദർശിപ്പിക്കാൻ PRD മുടക്കിയ പരസ്യക്കാശും പത്രപരസ്യത്തിൻ്റെ കാശും അടുത്ത സർക്കാർ കൊടുത്തു തീർക്കേണ്ടി വരും. മന്ത്രിമാരാരും ഇപ്പോൾ ഓഫീസുകളിൽ ചെല്ലുന്നില്ല. മിക്കവാറും പേരും യാത്ര പറഞ്ഞ് പിരിഞ്ഞ അവസ്ഥയിലാണ്. നാളെയാണ് പിണറായിയും കുടുംബവും ക്ലിഫ് ഹൗസിലെ അവസാനത്തെ കണി കാണുക. കണിയെല്ലാം കണ്ട ശേഷം കാർന്നൂർ മലയാളികൾക്ക് വിഷു ആശംസകൾ നേരുന്നതായിരിക്കും. ജനങ്ങൾ നല്ല ഒന്നാന്തരം ഒരു കൈനീട്ടം പിണറായിക്ക് കൊടുത്തിട്ടുണ്ട്. മെയ് 4 ആ പണക്കുടുക്ക പൊട്ടിക്കാവൂ. കേരളം കണി കണ്ടുണരുന്ന നന്മയായിരുന്നു പിണറായി വിജയനെന്ന് പലരും തിരിച്ചറിഞ്ഞില്ല. ഈ ഭരണകാലത്ത് എന്തിനെങ്കിലും നമുക്കൊരു മുട്ട് വന്നിട്ടുണ്ടോ? നാഴി അരിക്ക് മുട്ടുണ്ടായാലും 4 തൊഴിക്ക് ബുദ്ധിമുട്ടില്ലാത്ത കാലമായിരുന്നു ഇത്. 56 കേരളം ഉണ്ടാക്കിയെന്നൊന്നും ഇനി ആരും പറഞ്ഞേക്കരുത്. 2016 റിയൽ കേരളവും അതുമായി ബന്ധപ്പെട്ട സ്റ്റോറികളും ഉണ്ടാകുന്നത്. അതിനു മുമ്പുള്ള ഇരുണ്ട കാലത്തെപ്പറ്റി ഓർക്കാനേ വയ്യ. ഇരുട്ടിൽ ആളുകളുടെ തലകൾ തമ്മിലുള്ള കൂട്ടിമുട്ടലായിരുന്നു ഭീകരം. എവിടെയും കാളവണ്ടികളുടെയും ചീവീടിൻ്റെയും ശബ്ദം മാത്രം, ചിലപ്പോൾ നിലവിളികൾ, ആർത്തനാദങ്ങൾ. മണ്ണെണ്ണ വിളക്കായിരുന്നു വെളിച്ചത്തിന് ഏകാശ്രയം. 2016 എവിടെ നിന്നെന്നറിയില്ല, ഒരു പ്രഭാവലയം കേരളത്തിൻ്റെ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. ഏതാണ്ട് AKG സെൻറ്ററിൻ്റെ മുകളിൽ തെക്കു പടിഞ്ഞാറെ കോണിലായിട്ടായിരുന്നു അത്. അപ്പോൾ ഇരുട്ട് കീറുന്ന വജ്രസൂചി പോലെ ഒരു മിന്നൽ പിണർ ഭൂമിയിലേക്ക് പാഞ്ഞു വന്നു. ആ പ്രഭാമയൂഖത്തിൽ നിന്നും ഒരാൾ ഇറങ്ങി വന്നു. അതായിരുന്നു ദേശത്തിൻ്റെ രക്ഷകൻ, സാക്ഷാൽ പിണറായി ദേവൻ. കയ്യിലിരുന്ന മാന്ത്രിക വടി ഒന്ന് കറക്കി രക്ഷകൻ പറഞ്ഞു, കേരളം മാറട്ടെ. പിന്നീട് കേരളം എന്തൊരു മാറ്റമാണ് മാറിയത്. അങ്ങനെയാണ് ഈ സ്വർഗം ഉണ്ടായത്. അങ്ങനെയുള്ള ഒരാളെ ബൈ ബൈ പറഞ്ഞ് ആക്ഷേപിച്ചാൽ യജമാന ഭക്തിയുള്ളവർ വെറുതെ ഇരിക്കുമോ? പോമോനെ പിണറായി എന്ന് വിളിച്ച രേവന്തിനെ ഡാഷ് മോനെ രേവന്ത് എന്ന് തിരിച്ചു വിളിച്ച പുള്ളിയാണ് പിണറായി. ബൈ ബൈ എന്ന ആ യാത്ര പറച്ചിൽ അന്തങ്ങളുടെ നെഞ്ചിലാണ് കൊള്ളുന്നത്. എല്ലാം സഹിക്കാനുള്ള മനക്കരുത്ത് പിണറായി ദാസന്മാർക്ക് ഉണ്ടാകട്ടെ എന്ന് മാത്രമേ നമുക്ക് ആശംസിക്കാൻ കഴിയൂ. എന്തുവായാലും മീനം രാശിയിൽ നിന്നും പിണറായി മേടം രാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. രാശിമാറ്റം ആ മൂർധാവിലെ ശുക്രനെ കെടുത്തുമോ എന്തോ.